വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി വയനാട് SP പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണാതായ സംഭവത്തെ തുടർന്ന് യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിൽ നിലനിർത്തുകയായിരുന്നുവെന്ന് SP. ഗോകുലിനെ പ്രതി ചേർത്തിട്ടില്ല. ഗോകുൽ ബാത്റൂമിൽ പോകുമ്പോൾ ഗാർഡ് ഒപ്പം ഉണ്ടായിരുന്നതായും SP പറഞ്ഞു. 7:45 ആ സമയത്ത് ഈ മരണപ്പെട്ട ഡിസീസ്ഡ് ആള് ബാത്റൂമിൽ പോകാൻ ആവശ്യപ്പെട്ടായതുകൊണ്ട് ആ സമയത്ത് ബാത്റൂമിൽ പോയി കുറച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സംശയം തോന്നിയതുകൊണ്ട് അതിൽ ബ്രേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അവനെ ഒരു ഷർട്ട് ഇട്ടിട്ട് തൂങ്ങാനുള്ള ഒരു സ്ഥിതിയിൽ കണ്ടുപെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമുക്ക് സ്റ്റേഷൻ ജീപ്പിൽ തന്നെ എടുത്തിട്ട് ഇവിടെ ലിയോ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ബ്രോഡ് ഡെഡ് ആണ് പറഞ്ഞത്. അമ്പലവയൽ നെല്ലർച്ചാൽ സ്വദേശി ഗോകുലിനെയാണ് ഇന്നലെ രാവിലെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാനാണ് നമുക്കൊപ്പം ചേരുന്നത്. ആഷിഖ്, കൽപ്പറ്റ പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് ആഷിഖ് നിൽക്കുന്നത് എന്ന് തോന്നുന്നു. ഒരു മരിച്ചിട്ടുള്ളത് ഒരു ആദിവാസി യുവാവാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. എന്ത് കേസിനാണ് ഈ വ്യക്തിയെ ഗോകുലിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട കേസാണെന്ന് പറയപ്പെടുന്നു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി ആയിരുന്നു. ഈ ഗോകുൽ ശുചിമുറിയിലേക്ക് പോകുന്ന സമയത്ത് കൂടെ ഗാർഡ് ഉണ്ടായിരുന്നു എന്ന് SP പറയുന്നു. എന്തൊക്കെയാണ് വസ്തുത? ബിനിൽ, SP ആണ് ഇപ്പോൾ അല്പം മുമ്പ് ഈ കാര്യങ്ങളെ കുറിച്ചൊരു വിശദീകരണം നൽകിയത്. വലിയ അവ്യക്തതയുണ്ട് അതിന് വിഷയത്തിൽ. കാരണം ഈ ഒരു രണ്ടുപേരും, അതായത് കാണാതായ പെൺകുട്ടിയും ഈ മരിച്ച യുവാവും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് അവ്യക്തത നിലനിന്നിരുന്നു. ആ വിഷയത്തിലാണ് ഒരു വ്യക്തത നിലവിൽ SP വരുത്തിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ 27-ാം തീയതി ഇവർ ഈ അമ്പലവല്ലി സ്റ്റേഷനിൽ പരാതി കിട്ടുന്നു. അത് ഈ ആദിവാസി പെൺകുട്ടിയെ, അതായത് പ്രായപൂർത്തിയാവാത്ത ആദിവാസി പെൺകുട്ടി മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ കാര്യം കൊണ്ടാണ് ആ പരാതി ലഭിച്ചത്. തുടർന്ന് കുറച്ച് ദിവസങ്ങൾ പിന്നിട്ട് മറ്റൊരു ഈ ഗോകുലിനെയും കാണാതായി ഒരു പരാതി ലഭിച്ചതായി പറയുന്നുണ്ട്. ഇങ്ങനെ 2 പരാതികൾ നിലവിലുണ്ട്. ശേഷം ഇന്നലെയാണ് കോഴിക്കോട് നിന്ന് വനിതാ സെല്ല് ഈ പെൺകുട്ടിയെയും യുവാവിനെയും കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് കൽപ്പറ്റ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. രാത്രി 11 മണി ആയതിനെ തുടർന്ന് ഇവർക്ക് മജിസ്ട്രേറ്റിന്റെ അടുത്ത് ഹാജരാക്കാനില്ല. തുടർന്ന് പെൺകുട്ടിയെ സഖിയിലേക്കും ഈ യുവാവിനെ 18 വയസ്സായ ഗോകുൽ എന്ന യുവാവിനെ സ്റ്റേഷനിൽ നിലനിർത്തുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ഈ യുവാവിന്റെയും യുവതിയും കുടുംബങ്ങളെ ഈ പോലീസ് വിവരം അറിയിച്ച് ഇവർ രണ്ടുപേരും ഇങ്ങനെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന കാര്യം അറിയിക്കുകയും ഇവരോട് രാവിലെ എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് രാവിലെ ഈ പെൺകുട്ടികൾ വരുന്ന സമയത്താണ് 7:45 ഗോകുൽ തനിക്ക് ബാത്റൂമിൽ പോകണമെന്നൊരു ആവശ്യം ഈ പോലീസിനോട് അറിയിച്ചത്. തുടർന്ന് പോലീസ് ഗോകുലിനെ കൊണ്ട് സ്റ്റേഷൻ കോമ്പൗണ്ടിലുള്ള ബാത്റൂമിലേക്ക് പോകുന്നു. ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഒരു ഗാർഡ് കൂടെ ഉണ്ടായ SP പറയുന്നു. CCTV ദൃശ്യങ്ങളിലും ഇത് വ്യക്തമാണെന്ന് SP പറയുന്നുണ്ട്. തുടർന്ന് 7:45 ബാത്റൂം പ്രവേശിപ്പിച്ചിട്ട് അല്പസമയത്തിന് ശേഷവും ഇത് തുറക്കാതായതോടെയാണ് പോലീസ് ചവിട്ടി പൊളിച്ച് വാതിൽ തുറന്നു നോക്കിയ സമയത്ത് ഷർട്ട് ഉപയോഗിച്ച് തൂങ്ങി മരിച്ച നിലയിൽ ഗോകുലിനെ കണ്ടെത്തിയത്. 8 മണിയോടെയാണ് ഈ ഗോകുൽ തൂങ്ങി മരിച്ചതിൽ കണ്ടതെന്നാണ് SP വിശദീകരിക്കുന്നത്. തുടർന്ന് നേരത്തെ ഉടൻ തന്നെ ഗോകുലിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും മരിക്കുകയായിരുന്നു. എന്തായാലും ഈ ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ബന്ധുക്കളടക്കം SP കാര്യം വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഈ പെൺകുട്ടിയും യുവാവിനും ഒരേ സമയത്താണ് കാണാതാവുന്നത്. ഇവർ രണ്ടുപേരും കാണാതാവുന്നതുകൊണ്ട് മെസ്സിംഗ് കേസും പോലീസ് എടുത്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഈ ഗോകുലിനെ നിലവിൽ കേസിൽ പ്രതി ചേർത്തിട്ടില്ലെന്നും ഈ SP അല്പം മുമ്പ് നമ്മോട് വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസിന്റെയും BJP അടക്കം പ്രതിനിധികൾ ഇവിടെ എത്തി നമ്മളോട് മാധ്യമങ്ങളോടായി പറഞ്ഞത് ഉന്നതതല അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നാണ്. പ്രധാന കാരണം അവർ പറയുന്നത് ഒരു ആദിവാസി യുവാവ് ദുരൂഹ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും SP ഇക്കാര്യത്തിൽ പല കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് ഈ കേസ് പോകും എന്ന കാര്യത്തിൽ കൂടി സംശയമില്ല. ആഷിഖ് റഹ്മാനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.